നെന്മാറ സജിത വധക്കേസ് പ്രതി ചെന്താമരയെ ഭയന്ന് പ്രധാന സാക്ഷി നാടുവിട്ടു. പോത്തുണ്ടി സ്വദേശിനി പുഷ്പയാണ് തമിഴ്നാട്ടിലേക്ക് കടന്നത്. സജിതയുടെ വീട്ടിൽ നിന്ന് കൊലപാതകത്തിന് ശേഷം ചെന്താമര വരുന്നത് പുഷ്പയാണ് കണ്ടത്. അതുകൊണ്ടാണ് പുഷ്പ പേടിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ശരിക്കും ഈ സാക്ഷി പറയാൻ ഇവരെ കാണില്ലേ? SKN ഭയന്ന് നാട് വിട്ടിരിക്കുകയാണ് പ്രധാന സാക്ഷി ഇപ്പോൾ. അതായത് ഒരു ഘട്ടത്തിലും ഈ ചെന്താമരയ്ക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല, ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഈ വിചാരണ പൂർത്തിയാക്കി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പോലും ചെന്താമര പറഞ്ഞിരുന്നത് എനിക്ക് ആരെയും ഭയമില്ല, ഞാൻ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ ഇല്ലാതാക്കുമെന്ന വെല്ലുവിളിയായിരുന്നു ചെന്താമര കോടതി മുറ്റത്ത് നിന്നടക്കം നടത്തിയത്. ഇതേ തുടർന്നാണ് ഭയന്ന് ഇപ്പോൾ പ്രധാന സാക്ഷി നാട് വിട്ടിരിക്കുന്നത്. ഈ പുഷ്പ ഇവരുടെ തന്നെ അയൽവാസിയാണ്. പുഷ്പയെയും കൊല്ലുമെന്ന് ചെന്താമര പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇവരുടെ പ്രധാന ഒരു ആരോപണം ഈ സജിത വധക്കേസിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയാണ് സുധാകരനെ, സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മയെയും ഈ ചെന്താമര പിന്നീട് കൊലപ്പെടുത്തുന്നത്. ഇതിന് തൊട്ട് മുൻപായി പലതവണ ചെന്താമര വെല്ലുവിളി നടത്തിയിരുന്നു നാട്ടുകാരോട്, ഇനിയും കൊലപാതകങ്ങൾ നടത്തുമെന്ന്. ഇതൊക്കെ കാണിച്ച് പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഒരു സുരക്ഷ ഉറപ്പാക്കാനോ ചെന്താമരയെ അവിടെ നിന്നും പറഞ്ഞയക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ഇതോടുകൂടിയാണ് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോഴും നാട്ടുകാരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ പോലീസിനെ വിശ്വസിച്ച് എങ്ങനെയാണ് ഈ ആ നാട്ടിലേക്ക് വരിക എന്ന് തന്നെയാണ് ഇപ്പോൾ പുഷ്പ ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ ചെന്താമരയ്ക്ക് ഇന്ന് വിധിയാണ്. ഈ വിധി വന്ന് കൊലക്കയർ ഉറപ്പാക്കുന്നത് വരെ ഇനി ഈ നാട്ടിലേക്കില്ല, വരാൻ ഭയമാണ് എന്ന് തന്നെ ആവർത്തിച്ച് പറയുകയാണ് ഈ പ്രധാന സാക്ഷി. എന്തായാലും ഇന്ന് 2019 ഓഗസ്റ്റ് 31 ഈ ചെന്താമര അന്ധവിശ്വാസത്തിന്റെയും സംശയരോഗത്തിന്റെയും ഒക്കെ പേരിൽ അയൽവാസിയായ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വീട്ടിനകത്ത് ഒളിച്ചിരുന്ന്, മറ്റാരുമില്ലാത്ത സമയത്ത് വീട്ടിനകത്ത് ഒളിച്ചിരുന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ആ കേസിൽ പിന്നീട് ഒളിവിൽ പോയി 3-4 ദിവസത്തിന് ശേഷമാണ് പിന്നീട് പിടിയിലാവുന്നത്. അതിനുശേഷം അതേ കേസിൽ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയാണ് മറ്റു കൊലപാതകങ്ങളും ചെയ്യുന്നത്. എന്തായാലും ഒരു ഘട്ടത്തിൽ പോലും ഒരു കൂസലുമില്ലാതെ, ഒരു ഭയവും ഇല്ലാതെ ഇരുന്ന ഒരു പ്രതി, ആ പ്രതി പലപ്പോഴും ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും അത് ഗൗനിക്കാതിരുന്ന ഒരു പോലീസ്, ഇതൊക്കെ ഭയം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് തൂക്കുകയർ ഉറപ്പാകുന്നത് വരെ ഇനി ആ നാട്ടിലേക്കില്ല എന്നാണ് പ്രധാന സാക്ഷി പറയുന്നത്. SKN. ഓക്കെ ഷംന, മിക്കവാറും ആ സാക്ഷി വല്ലാതെ ഭയന്ന് പോയി കാണും. ഇയാൾ ആ രീതിയിലാണല്ലോ ഇയാൾ പോലീസ് വലയത്തിൽ നിന്നുകൊണ്ട് തന്നെ ആൾക്കാരോട് പറഞ്ഞത്, ഞാൻ തിരിച്ചൊരു വരവ് വരും, കൊലപ്പെടുത്തി കളയും എന്നൊക്കെയുള്ള ഭീഷണിയുണ്ട്. വത്സല ചിത്രാഞ്ജലി പറയുന്നത് SKN ചെന്താമരയെ ഒന്നാം തരം എന്ന് വിശേഷിപ്പിച്ചു എന്നാണ്. ഒന്നാം തരം വില്ലൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചോരക്കൊതിയനെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയൂ? അയാൾ ശരിക്കും ഈ ഹോമിസൈഡൽ മാനിയ എന്ന് പറയുന്ന അസുഖമില്ലേ, ഈ കൊലപാതക ഭ്രമം, അതേപോലുള്ള ഈ അസുഖം ബാധിച്ച ആളാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അത്ര ഒരു നെറികെട്ടവനും ബാക്കി ഞാൻ പറയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.